എല്ലാവർക്കും എജ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന 9th ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയെ കുറിച്ച് പറഞ്ഞു നിർത്തിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ആറ്റത്തിനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. ആറ്റത്തിനെ ഒരിക്കലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് പറഞ്ഞു നിർത്തിയത്. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലായി ആറ്റങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇതാണ്: ക്യാൻ ബി ഡിവൈഡ് ആറ്റംസ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. ആറ്റങ്ങളെ നമുക്ക് വീണ്ടും വിഭജിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. സോ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ആ എക്സ്പെരിമെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന്. അതിനായി ഞാൻ കുറച്ച് പേപ്പർ പീസുകൾ എടുത്തിട്ടുണ്ട്. ഒരു പെന്നും എടുക്കുന്നു. സോ പെന്നിന് ഈ പേപ്പർ പീസുകളുടെ മുകളിലോട്ട് ഞാൻ കുറച്ച് ബിറ്റ്സ് ഓഫ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് കൊണ്ടുവരികയാണ്. ക്യാൻ യു സീ എനി ചേഞ്ച്? എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. സോ വെൻ ഇറ്റ് ഈസ് ഡ്രബ്ഡ് ഇൻ ടു ഡ്രൈ ഹെയർ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദി സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പെന്നിനെ നമ്മൾ ഡ്രൈ ഹെയറിൽ നന്നായിട്ട് ഉരസിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ പേപ്പറിലോട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ പോവുകയാണ്. സോ നോക്കാം എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ആ പേപ്പർ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആദ്യം ഒട്ടിപ്പിടിച്ചില്ല, പക്ഷെ നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഓക്കെ, സോ നമ്മൾ ഈ പെന്നിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ ഡ്രൈ ഹെയറിൽ ഉരസുമ്പോൾ ദർ ഡെവലപ്പ് സം ചാർജസ്. അവിടെ ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Due to the presence of this charge, the neutral particles or the chargeless small bits of paper attract towards the pen. ചാർജ് ഇല്ലാത്ത ആ പേപ്പർ കഷ്ണങ്ങൾ ചാർജുള്ള പേനയിലേക്ക് അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ കാരണമായത് റബ്ബിംഗ് ആണ്. അപ്പോൾ റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട് അവിടെ ചാർജ് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഈ ചാർജ് എവിടെ നിന്ന് വന്നു? ദാറ്റ് ഈസ് പ്രസൻറ്റ് വിത്തിൻ ദി സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചാർജാണ് എന്ത് ചെയ്തത്? റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ 8th സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്ഥിത വൈദ്യുതി എന്ന പാഠഭാഗത്തിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ വീട്ടിലൊരു എക്സ്പെരിമെൻ്റ് കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ഇൻഫ്ലാറ്റഡ് ബലൂൺ എടുക്കണം. ഒരു ബലൂൺ, വായു നിറച്ച ഒരു ബലൂൺ എടുക്കുക. ആ ബലൂണിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുവരിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക, ഒട്ടിക്കാൻ നോക്കുക, ഫിക്സ് ചെയ്യാൻ നോക്കുക. ഫിക്സ് ആവുമോ? ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുമോ? ഒരിക്കലും ഇല്ലാതെ എന്ത് ചെയ്യും? താഴേക്ക് നിന്ന് വീഴും. അടുത്ത് നിങ്ങൾ ചെയ്യണമെന്നത്, ഈ ബലൂണിനെ നിങ്ങൾ ഹെയറിലൂടെ നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം വെൻ ഇറ്റ് ഈസ് ഫിക്സ് ടു ദ വാൾ, നമ്മൾ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റിക്ക് ഓൺ ടു ദി വാൾ. ആ വാളിൽ, ആ ചുവരിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്താ സംഭവിച്ചത്? റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്തു? ചാർജ് ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ്. സോ ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ സബ്സ്റ്റൻസസ്, ഓർ ചാർജസ് ഇൻ സബ്സ്റ്റൻസസ്. അല്ലെങ്കിൽ ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്ത് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് ഈ എക്സ്പെരിമെൻറ്റ്സ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്ത് ചാർജുള്ള കണങ്ങൾ ഉണ്ട് എന്ന് ഈ എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡീസ് നടത്തിയ 2 സയൻറ്റിസ്റ്റുകളാണ് ഹംഫ്രി ഡേവി, അതുപോലെ തന്നെ മൈക്കൽ ഫാരഡെ മുതലായവർ. സർ ഹംഫ്രി ഡേവി, ഹി ഐസൊലേറ്റഡ് എലമെൻറ്റ്സ് ഫ്രം കോമ്പൗണ്ട്സ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. സംയുക്തങ്ങളിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിച്ച് ചില മൂലകങ്ങളെ ഉണ്ടാക്കിയെടുത്ത സയൻറ്റിസ്റ്റാണ് സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്നത്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള എലമെൻറ്റ്സിനൊക്കെ ഈ രീതിയിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഇലക്ട്രിസിറ്റിയെ കോമ്പൗണ്ട്സിലൂടെ പാസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ സബ്സ്റ്റൻസസ്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി: പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ, സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അതിനകത്ത് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ Michael Faraday, he is known as the father of electricity. Along with Humphrey Davy, Michael Faraday also passed electricity through solutions. ലായനികളിലൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ കമ്പോണൻസ് ആക്കി മാറ്റിയ സയൻറ്റിസ്റ്റാണ് ആരെന്ന് പറയുന്നത്? മൈക്കൽ ഫാരഡെ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് വഴി പ്രൂവ് ചെയ്യുകയുണ്ടായി സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അതിനകത്ത് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ദാറ്റ് when you pass electricity through a solution, when it is divided into components, such reactions are called electrolysis. He formulated law of electrolysis. ഓക്കെ, വൈദ്യുത വിശ്ലേഷണത്തെക്കുറിച്ച് നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ടാവും. വൈദ്യുത വിശ്ലേഷണ നിയമം ആര് ആവിഷ്കരിച്ചു? മൈക്കൽ ഫാരഡെ ആവിഷ്കരിച്ചു. He also find out the presence of charged particles in substances.
പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള ചാർജുകൾ ഉണ്ടെന്ന് ആര് മനസ്സിലാക്കി? മൈക്കൽ ഫാരഡേയും മനസ്സിലാക്കി. അപ്പോൾ സർ ഹംഫ്രി ഡേവി അതുപോലെ തന്നെ മൈക്കൽ ഫാരഡേ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ എക്സ്പെരിമെൻറ്റ്സ് വഴി ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്ത് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ? അപ്പോൾ ആദ്യം പറഞ്ഞത് ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല, എന്നാൽ ചില എക്സ്പെരിമെൻറ്റ്സ് വഴി ആറ്റത്തിനകത്ത് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഈ ചാർജസിനെ കുറിച്ച് ആദ്യമായിട്ട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റുകളാണ് സർ ഹംഫ്രി ഡേവി അതുപോലെ തന്നെ മൈക്കൽ ഫാരഡേ. ദേ ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ചാർജസ് ഇൻ സബ്സ്റ്റൻസസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ പാർട്ടിക്കിൾസ്. അപ്പോൾ ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്ത് എന്തായാലും ചാർജുള്ള കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഈ ഏതൊക്കെയാണ് ഈ ആറ്റത്തിനകത്തുള്ള ചാർജുള്ള പാർട്ടിക്കിൾസ് എന്നാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് തോംസൺസ് എക്സ്പെരിമെൻ്റ് ആണ്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്. ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജെ തോംസൺ എന്നുള്ള സയൻറ്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴി സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആറ്റം എടുക്കുമ്പോൾ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി. Okay, through discharge tube experiment, J.J. Thomson identified the presence of negatively charged particles in atoms. Okay, എന്താണ് ഈ ഡിസ്ചാർജ് ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി എ ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും ആൻഡ് ദീസ് ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു എ ഹൈ വോൾട്ടേജ്. ഒരു ഹൈ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യും. ഇതിനൊരു വാക്വം പമ്പുമായിട്ട് കണക്ട് ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസിനെ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യുകയും ചെയ്യും. Okay, so by reducing its pressure and by applying high pressure, you can see some rays are emitted from the negative electrode. Negative electrode in ചില rays emit ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. And these rays have negative charges and these particles are called electrons. അങ്ങനെ ഉണ്ടാകുന്ന ഈ പാർട്ടിക്കിൾസിനെ വിളിച്ച പേരാണ് എന്ത്? ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചു. ഓക്കെ, irrespective of the nature of the gas taken, how the gas produces these negatively charged particles. ഓക്കെ, നമ്മൾ എടുക്കുന്ന വാതകം, നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്യാസുകൾ നിറച്ച് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് ഗ്യാസ് നിറച്ച് കഴിഞ്ഞാലും ഈ രീതിയിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദീസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ ജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴി ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി. ആ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ വിളിച്ച പേരാണ് എന്ത്? ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചു. ഈ ഇലക്ട്രോണുകൾക്ക് നിശ്ചിതമായ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടാകും ആൻഡ് ദേ ഹാവ് എ മാസ്. ദീസ് ആർ വെരി സ്മോൾ പാർട്ടിക്കിൾസ്. Its mass is almost equal to the mass of 1/1837 the mass of a hydrogen atom. വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രോജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമായിരിക്കും. ഈ രീതിയിൽ ജെ തോംസൺ identify the negatively charged particles in atoms and these negatively charged particles are called electrons and they have mass almost equal to 1/1837 mass of a hydrogen. ഹൈഡ്രോജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമായിരിക്കും ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റത്തിനകത്തുള്ള നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺസ്. കണ്ടെത്തിയ ആള് ജെ തോംസൺ. യൂസ് ചെയ്ത എക്സ്പെരിമെൻറ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി അടുത്തിനകത്തുള്ള പാർട്ടിക്കിൾസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു വെരി മച്ച്.